സോയ എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മളെ വീഡിയോ ആരെങ്കിലും ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ എണ്ണ ചൂടാക്കി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. വേവിച്ച് വെച്ച സോയാബീൻ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടാണ്. അതുപോലെ പട്ടാണി ഒന്ന് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തു. മുട്ട ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയും ചേർത്തിട്ട് ചെറുതായി ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സോയാ സോസും ടൊമാറ്റോ സോസും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മുന്നേ വേവിച്ച് വെച്ച റൈസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. സിമ്പിളാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് പണി കഴിയും. സോയാ ചങ്ക്സിലും പട്ടാണിയിലും മുട്ടയിലും റൈസിലും എല്ലാം സോൾട്ട് ആഡ് ആക്കിയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഫ്രൈഡ് റൈസിലേക്ക് എക്സ്ട്രാ സോൾട്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റിക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് വീഡിയോ ക്ലിപ്പ് ഒന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ. അവസാനം റൈസൊക്കെ സെറ്റായതിനു ശേഷം ഒരു 1-2 ടീസ്പൂണ് സോയാ സോസും അതുപോലെ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ രുചികരമായ ലഞ്ച് റെഡി. ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം. അപ്പോൾ സോയ എഗ് ഫ്രൈഡ് റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. ബൈ.